പ്രത്യേക സ്വാഗതമാണ്. അപ്പോൾ ഞാൻ ഈ ബസ്സിൻ്റെ യാത്രാക്ലേശത്തെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ മീനാക്ഷിപുരത്ത് നിന്ന് ഗോപാലപുരം റൂട്ടിലേക്ക് ബസ്സുകൾ ലാസ്റ്റ് ബസ് 5:10 അത് കഴിഞ്ഞ് യാതൊരു ബസ്സുകളും അങ്ങനെ വെച്ചാൽ നമ്മളെല്ലാം പാവങ്ങൾക്കൊക്കെ ഓട്ടോ എടുത്ത് പോകേണ്ട സ്ഥിതിയാണ് അല്ലേ. പിന്നെ ഇവിടുന്ന് കമ്പാലത്തറയിൽ കൊഴിഞ്ഞാമ്പാറ വഴിക്ക് പണ്ടുണ്ടായിരുന്ന ബസ്സുകളൊന്നും അത് ഓടുന്നില്ല. അപ്പോൾ ഇവിടുന്ന് എല്ലാം മീനാക്ഷിപുരത്ത് നിന്ന് പോകേണ്ടവരൊക്കെ മേട്ടുപ്പാളയം പോയിട്ട് വേണം പോകാൻ. ഇനി ഞാൻ ഇൻ്റർ സ്റ്റേറ്റ് റൂട്ടുകൾ പറയുകയാണെങ്കിൽ ഈ ഗോപാലപുരം RV പുത്തൂർ വഴി KSRTC ഓടുന്നുണ്ടോ? പൊള്ളാച്ചിക്ക് ഇല്ല, അതിലൂടെ വിടണം. അതെ അതെ. പിന്നെ കണക്കമ്പാറ വഴി പൊള്ളാച്ചിക്ക് ഒരു KSRTC ഉണ്ടായിരുന്നു, അത് ഓടുന്നില്ല. ഗോപാലപുരം വണ്ണാമട ആ വഴി KSRTC ഇല്ല. പിന്നെ നമ്മൾ മേനോൻപാറയിൽ നിന്ന് ഒരു റൂട്ട് പോയാൽ നേരെ കിണറ്റുകടവെത്തില്ലേ, പല്ലടം കിണറ്റുകടവ്, ആ റൂട്ടിലേക്കും KSRTC ഇല്ല. വേലന്താവളത്തു നിന്നും പല്ലടം പോവാം, മേനോൻപാറയിൽ നിന്നും പോവാം, അങ്ങോട്ടൊന്നും യാതൊരു ബസ് സർവീസ് ഇല്ലാത്തൊരു സ്ഥിതിയാണ്. പിന്നെ നടുപ്പുണി വഴി ഒരു KSRTC ഓടുന്നുണ്ട്, ഇല്ലല്ലോ? പൊള്ളാച്ചിക്ക് ഇല്ലല്ലോ. ആ ബാലാജി 2 ഓടിയതാണ്, അതൊന്നും ഓടുന്നതേ ഇല്ല ഇപ്പോൾ. KSRTC ഓടിയിട്ടുണ്ടായിരുന്നു അതുവഴി. എപ്പോൾ? ആ KSRTCയിലല്ലേ നടുപ്പുണി വഴി നല്ല റോഡുമാണല്ലേ, അതുവഴി ഒന്നും ഇടാറില്ല. ബാലാജി നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പൊ എന്താ അതൊന്ന് ST മേടിച്ചിട്ട് പിന്നെ അതെന്താ ഓടാത്തതെന്ന് അറിയുന്നില്ല അല്ലേ. പിന്നെയും കുറേ സ്ഥലങ്ങൾ ഒഴപ്പതി ആ വഴിയൊന്നും KSRTC ഓടുന്നേ ഇല്ല അല്ലേ, അതൊന്നും ഓടുന്നില്ല. അപ്പോൾ ശരിക്കും ഇൻ്റർ സ്റ്റേറ്റ് ബസ്സുകൾ പൊതുവേ കുറവാണ്. അപ്പം മേഖലയിലുള്ള ആളുകളൊക്കെ വളരെ ബസ്സില്ലാണ്ട് ബുദ്ധിമുട്ട്. എല്ലാവരും എങ്ങനെയാണ് പോകുന്നത്? പാവങ്ങളൊക്കെ ശരിക്കും ഓട്ടോയിൽ പോവുകയാണ് അല്ലേ. അതുപോലെ തന്നെ കോഴിപ്പാറയിൽ നിന്ന് വേലന്താവളത്തേക്കും പോവാം, വാളയാറിലേക്കും. അവിടേക്കൊന്നും പ്രൈവറ്റ് ബസ്സുകൾ മാത്രം വല്ലപ്പോഴും ഓടിയെങ്കിലും ഓടിയില്ലേ, അപ്പോൾ KSRTC ഇല്ല. പിന്നെ അഹല്യയിലേക്ക് ഉണ്ടായിരുന്ന KSRTC നിർത്തിയില്ലേ, കാണുന്നില്ല, അധികവും കാണുന്നില്ല. പാലക്കാട് നിന്നുണ്ട്. അപ്പോൾ പാലക്കാട് നിന്ന് അഹല്യയ്ക്ക് മാത്രം KSRTC എന്താ? കരുണ മെഡിക്കൽ കോളേജിലേക്ക് KSRTC ഇടാത്തത് എന്താ? അപ്പോൾ അതുകൂടി ഇട്ട് കഴിഞ്ഞാൽ രോഗികൾക്കൊക്കെ എളുപ്പമായി. പൊള്ളാച്ചിക്കും ഇതൊക്കെ ഹോസ്പിറ്റലുകാർ ബസ് ഇടേണ്ട ഒരു സ്ഥിതിയാണുള്ളത്. പറഞ്ഞിട്ട് അപ്പോൾ RV പുത്തൂർ വഴിയും വേണമെങ്കിൽ നമുക്ക് പൊള്ളാച്ചി ആ ഭാഗങ്ങൾക്കൊക്കെ പോകുന്നതിന് ബസ്സുകൾ ഉണ്ടെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരമായിരിക്കും. നടുപ്പുണി വഴി ഇപ്പോൾ ഓടാത്തത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ്, ജനങ്ങൾക്ക് ദുരിതം മാത്രമാണ്. എത്ര 10-15 വർഷമായി ബസ്സുകളില്ലാതെ അല്ലേ. അതുപോലെ ഇപ്പോൾ കൊല്ലങ്കോടിലേക്ക് വണ്ടിത്താവളം കൊല്ലങ്കോട് റൂട്ടിലും ബസ്സുകൾ വളരെ കുറവാണ്. 5 മണി 4:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറേ വൈകിട്ടാണ് ബസ്സുകൾ. അപ്പോൾ ആ റൂട്ടുകളിലൊന്നും യാതൊരു ശ്രദ്ധയുമില്ല ആർക്കും, അധികാരികൾക്കൊക്കെ.